ആരും വിളിച്ചിട്ട് പൈസ തന്നില്ല. ഇനിയിപ്പോൾ ആരെ വിളിക്കും? തമ്മനത്തുള്ള രാജേഷിനെ വിളിച്ച് നോക്കിയാലോ? നീ പോണെന്ന് പറഞ്ഞിട്ട് പോണം. അതേ ഞാൻ ഒരു ഐഡിയ പറട്ടെ. എന്താ ഐഡിയ? നീ കാശ് നിന്റെ അച്ഛനോട് ചോദിക്കേ. ആ ബെസ്റ്റ്. എന്നിട്ട് വേണം അങ്ങനെ എൻ്റെ തലയിൽ താണി അടിക്കാൻ. എടേ മൂപ്പരുടെ അടുത്ത് പൂത്ത കാശുണ്ട്. ഞാൻ കണ്ടല്ലേ, 1-2 അതെ ഇങ്ങനത്തെ 2 കെട്ട മൂപ്പര അലമാറയിൽ എടുത്ത് വയ്ക്കണേ. 20 കെട്ടും 40 കെട്ടൊക്കെ കാണും, പക്ഷെ അതൊന്നും കിട്ടൂല. എന്നൊരു കാര്യം ചെയ്താലോ? ചോദിക്കണ്ട, അടിച്ചു മാറ്റാം. എന്ത് ആരും പൈസ ഒന്നും തന്നില്ലല്ലോ. ഇപ്പം ആരെ വിളിക്കും? തമ്മനത്തുള്ള രാജേഷിനെ വിളിച്ച് ചോദിക്കാലോ? നീ പോണെന്ന് പറഞ്ഞിട്ട് ഞാനേ ഒരു ഐഡിയ പറട്ടെ. എന്താ ഐഡിയ? നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് കാശ് ചോദിക്കുക. എന്നിട്ടാണ് അങ്ങനെ എൻ്റെ തലയിൽ ആണി അടിക്കാൻ. എടീ മൂപ്പരുടെ അടുത്ത് പൂത്ത കാശുണ്ട്. 1-2 അതെ ഇങ്ങനത്തെ 2 കെട്ട മൂപ്പര അലമാറകളിലൂടെ എടുത്ത് വയ്ക്കണം. ഞാൻ 2-20 ഒക്കെ കാണും, പക്ഷെ അതൊന്നും കിട്ടൂല. എന്നൊരു കാര്യം ചെയ്യാം, ചോദിക്കണ്ട, അടിച്ചു മാറ്റാം. അടിച്ചു മാറ്റാനാ? കക്കണം. അങ്ങനെ കാലല്ലേ പിടിക്കും. എടേ മൂപ്പര് കണ്ടുപിടിച്ചാൽ നിന്റെ കാലേ തല്ലി പിടിക്കുള്ളൂ. ജിമ്മി ചേട്ടനുണ്ടല്ലോ, നിന്റെ കഴുത്തിൻ്റെ മേളിൽ തല ഉണ്ടാവില്ല. നല്ല ബോറാവേ. പോടാ പേടിപ്പിക്കാണ്ട്. ഞാൻ അതാ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞ ഐഡിയ ആലോചിച്ച് നോക്ക്. എന്തായാലും നാട്ടുകാരെ പറ്റിച്ച കാശല്ലേ മൂപ്പരുടെ അലമാറയിലോ കുന്നുകൂടിയിരിക്കണത്. നീ ചെയ്യ്, ഞാൻ പോയിട്ട് മറ്റേ പരിപാടി തീർത്തിട്ട് വരാം. ആരും പിടിച്ച് കിട്ടില്ലല്ലോ. തമ്മനത്തുള്ള രാജേഷിനെ വിളിച്ച് നോക്കിയാലോ? എടാ നീ പോവാണെന്ന് പറഞ്ഞിട്ട് പോണം. അതേ നീ ഒരു ഐഡിയ പറട്ടെ. എന്താ ഐഡിയ? നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് കാശ് വയ്ക്കും. എന്നിട്ടാണ് അങ്ങനെ എൻ്റെ തലയിൽ ആണി അടിക്കാൻ. എടേ ഞാൻ പറഞ്ഞ കേക്ക്, മൂപ്പരുടെ അടുത്തേ 1-2 അതെ ഇത്ര പോകുന്ന 2 കെട്ട പൂത്തി വെക്കണം. ഞാൻ കണ്ടേ 2 10-20 കെട്ട് കാണും, പക്ഷെ അതൊന്നും കിട്ടൂല. ഒരു കാര്യം ചെയ്യ്, ചോദിക്കണ്ട, അടിച്ചു മാറ്റും. അടിച്ചു മാറ്റാനാ? കക്കണം. അങ്ങനെ കയ്യും കാലം തല്ലി പിടിക്കും. പിന്നെ എടേ മൂപ്പര് ഞാൻ കണ്ടുപിടിച്ചാൽ തന്നെ നിന്റെ ഈ പറഞ്ഞ പോലെ കയ്യും കാലിലേ തല്ലി പിടിക്കുള്ളൂ. ജിമ്മി ചേട്ടനാണെങ്കിലോ ദേ ഈ തലയുണ്ടല്ലോ, അതിന് നല്ലതല്ലേ? ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. അതാ ഞാൻ പറയുന്നത്, നീ കേക്ക്. എന്തായാലും നിന്റെ തന്തപ്പടി നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കിയ കാശല്ല മൊത്തം. നീ പറഞ്ഞത് ആലോചിക്ക്, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോൾ ആരെപ്പോൾ വിളിക്കും? തമ്മനത്തുള്ള രാജേഷിനെ വിളിച്ച് ചോദിക്കാലോ? നീ പോണെന്ന് പറഞ്ഞിട്ട് ഞാനേ ഒരു ഐഡിയ പറയട്ടെ. എന്താ? നിന്റെ അച്ഛൻ്റെ അടുത്ത് കാശ് വയ്ക്കുക. എന്നിട്ടാണ് അങ്ങനെ തലയിൽ ആണി അടിക്കാൻ. എടേ ഈ മൂപ്പരുടെ അടുത്ത് 1-2 അല്ലാതെ ഇത്ര പോകുന്ന 2 കെട്ടാണ് പൂത്തി വെക്കണം. ഞാൻ കണ്ടേ 2 10-20 കെട്ട് കാണും, പക്ഷെ അതൊന്നും കിട്ടൂല. എന്നൊരു കാര്യം ചെയ്യും, ചോദിക്കണ്ട, അടിച്ചു മാറ്റേ. അടിച്ചു മാറ്റാനാ? കക്കണം. അങ്ങനെ കയ്യും കാലം തല്ലി പിടിക്കും. അങ്ങനെ ഞാൻ അഥവാ പൊക്കിയ കയ്യും കാലല്ലേ തല്ലി പിടിക്കുള്ളൂ. ജിമ്മി ചേട്ട കാര്യം അറിയാലോ, ഈ തല ഉണ്ടാവില്ല. ചുമ്മാ പേടിപ്പിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, നീ ചിന്തിക്ക്. എന്തായാലും നാട്ടുകാരെ പറ്റിച്ചിട്ടാ നിന്റെ തന്തപ്പടി ഇത്രയും കാശുണ്ടാക്കിയ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മോനെ, നീ നന്മവിവരം കളിക്കല്ലേ. ഞാൻ പോയിട്ട് വരാം. ഇതിപ്പോൾ ആരും വിളിച്ചിട്ട് പൈസ ഒന്നും തന്നില്ലല്ലോ. ഇപ്പം ആരെ വിളിക്കും? തമ്മനത്തുള്ള രാജേഷിനെ വിളിച്ചു. പക്ഷെ ഇതിപ്പോൾ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പം ആരെ വിളിക്കും? തമ്മനത്തുള്ള രാജേഷിനെ വിളിച്ച് ചോദിക്കാലോ? നീ പോണെന്ന് പറഞ്ഞിട്ട് ഞാനേ ഒരു ഐഡിയ പറട്ടെ. എന്താ ഐഡിയ? നിന്റെ അച്ഛൻ്റെ അടുത്ത് കാശ് വയ്ക്കുക. എന്നിട്ടാണ് അങ്ങനെ എൻ്റെ തലയിൽ ആണി അടിക്കാൻ. എടേ മൂപ്പരുടെ അടുത്ത് 1-2 അല്ലാതെ ഇത്ര പോകുന്ന 2 കെട്ടാണ് എടുത്തു വയ്ക്കണം. ഞാൻ കണ്ടേ 2 10-20 കെട്ട് കാണും. പിന്നെന്താ ചോദിച്ചോടെ? പക്ഷെ അതൊന്നും കിട്ടൂല. എന്നൊരു കാര്യം ചെയ്യും, ചോദിക്കണ്ട, അടിച്ചു മാറ്റാം. അടിച്ചു മാറ്റാനാ? കക്കണം. അങ്ങനെ കയ്യും കാലം തല്ലി പിടിക്കും. എടേ എന്തായാലും നാട്ടുകാരെ പറ്റിച്ച കാശ, ഒരു കുഴപ്പമില്ല. പിന്നെ അഥവാ കണ്ടുപിടിച്ചാൽ കയ്യും കാലും തല്ലി പിടിച്ചോട്ടെ. ജിമ്മി ചേട്ടൻ്റെ അവസ്ഥ അറിയാലോ, ഈ തല ഉണ്ടാവില്ല. അതിലും നല്ലതല്ലേ കയ്യും കാലും തല്ലി പിടിക്കണം മോനെ. ചുമ്മാ പേടിപ്പിക്കാണ്ട്. അതാണ് പറഞ്ഞത്, നീ ചിന്തിക്ക്, ഞാൻ പോയിട്ട് വരാം. ഡോണ്ട് വറി, ബെസ്റ്റ് ഐഡിയ ആണ്, ഒന്ന് ആലോചിക്കേ.